വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഒ. അബ്ദുറഹ്മാൻ. പ്രശസ്തയായ ഒരു വനിതയോട് അപമര്യാദയായി സംസാരിച്ചതിൻ്റെ പേരിൽ പ്രമുഖനായ ഒരു വ്യവസായിയുടെ പേരിൽ പോലീസ് കേസെടുത്തു. അറസ്റ്റിലായി. ജാമ്യത്തിലിറങ്ങിയ സംഭവം മാധ്യമങ്ങളെല്ലാം ചൂടേറിയ വാർത്തയാണ്. അതെന്തായാലും സാമൂഹ്യ മാധ്യമങ്ങൾ സിറ്റിസൺ ജേർണലിസത്തിൽ പുതിയ വഴിത്താര സൃഷ്ടിച്ചെടുത്ത ഇക്കാലത്ത് വാക്കുകളും പദപ്രയോഗങ്ങളും ഏറെ കരുതലോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന മുന്നറിയിപ്പുണ്ട് ഈ സംഭവത്തിൽ. പറയുകയോ എഴുതുകയോ ചെയ്യുന്ന ആൾ എത്ര തന്നെ നിരപരാധിത്വം അവകാശപ്പെട്ടാലും ശ്രോതാവ് അഥവാ വായനക്കാരൻ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ദ്വയാർത്ഥ സൂചകങ്ങളായ പദപ്രയോഗങ്ങൾ. പാർലമെൻറ്റിലും നിയമസഭകളിലും വരെ സഭ്യേതരമോ അധിക്ഷേപകരമോ ആയ പരാമർശങ്ങളും പ്രയോഗങ്ങളും ബഹളത്തിന് കാരണമാവുന്നത് നാം പതിവായി കാണാറുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലാവട്ടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മുതൽ പച്ചത്തെറികൾ വരെ സാധാരണമാണ് താനും. ഇതൊക്കെ കോടതി കയറിയാൽ ശിക്ഷാർഹമായ കുറ്റമാണെങ്കിലും ജുഡീഷ്യറിയുടെ ഇടപെടലൊന്നും സാധാരണമല്ല. അതേസമയം സഭ്യതയും മാന്യതയും പ്രയോഗങ്ങളിലെ സൂക്ഷ്മതയും അന്തസ്സുയർത്തുകയേ ചെയ്യൂ എന്ന് സംസ്കാരസമ്പന്നനായ സമൂഹം എക്കാലത്തും അംഗീകരിച്ചിട്ടുള്ളതാണ്. തെറിവാക്ക് കേൾക്കേണ്ടി വന്നാൽ കൂടുതൽ രൂക്ഷമായ മറുവാക്ക് മൊഴിഞ്ഞാലേ ചിലർക്ക് ഉറക്കം വരൂ എന്ന സ്ഥിതിയുണ്ട്. വിദേശത്ത് ജോലിയിലിരിക്കെ ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞ സംഭവമുണ്ട്. അയാളുടെ നാട്ടുകാരൻ പട്ടാളത്തിൽ ജോലി ചെയ്യവേ ഒരിക്കൽ എന്തോ കാരണത്തിന് ഇംഗ്ലീഷുകാരനായ മേലുദ്യോഗസ്ഥൻ പ്രകോപിതനായി ഏറെ നേരം പച്ചത്തെറി പറഞ്ഞു. ഇയാൾ ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ ഓഫീസറുടെ ചോദ്യം, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് താനെന്താണോ ഒന്നും ഉണ്ടാത്തത്? സൈനികൻ്റെ മറുപടി, എന്ത് വ്യത്യാസമുണ്ട് സാർ, താങ്കൾ വായ കൊണ്ട് ശകാരിക്കുന്നു, ഞാൻ മനസ്സുകൊണ്ടും. ശകാരിക്കുന്നത് സ്വന്തം പിതാവോ ഗുരുനാഥനോ മേലുദ്യോഗസ്ഥനോ ആരായിരുന്നാലും പ്രതികരിക്കാത്ത സംബോധിതൻ അത് സ്വാധീനം ചെയ്യുകയാണ് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് മാന്യവും ഗുണകാംക്ഷാപരവുമായ വാക്കുകൾ സൽഫലമേ ഉളവാക്കൂ. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റ് ദൃശ്യശ്രാവ്യ അച്ചടി മാധ്യമങ്ങളിലൂടെയും നേരായ കാര്യം തന്നെ മോശമായ ഭാഷയിലും ശൈലിയിലും സംവദിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്താൽ അനുവാചകരുടെ അനുകൂല പ്രതികരണം പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല കൂടുതൽ രൂക്ഷമായ പ്രതികരണം പ്രതീക്ഷിക്കുകയും വേണം. എല്ലാ മുറിവിനും ചികിത്സയുണ്ട്, നാവ് കൊണ്ടുള്ള മുറിവിന് പ്രതിവിധിയില്ല എന്ന് പാടിയിട്ടുണ്ട് ഇമാം അലി. മിണ്ടാതിരിക്കുന്നവൻ രക്ഷപ്പെട്ടു എന്ന പ്രവാചക വചനം പ്രസിദ്ധമാണ്. ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഒരാൾ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നും ശ്രേഷ്ഠ പ്രവാചകൻ ഉപദേശിച്ചു എന്ന് കരുതി അരുതായ്മ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ മൗനമലംബിക്കുന്നവൻ ഊമയാണ് എന്നും തിരുമേനി തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. തിന്മയ്ക്ക് നേരെ ശക്തമായും എന്നാൽ മാന്യമായും പ്രതികരിക്കുകയും നന്മ ഉപദേശിക്കുന്നവരെ സാദരം ശ്രദ്ധിക്കുകയും ചെയ്യുന്നവനാണ് സംസ്കാര സമ്പന്നൻ. ഒ. അബ്ദുറഹ്മാൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.